എല്ലാറ്റിനും ഒരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രകാശത്തിൽ പകലാണ് തിരിച്ചു പോകുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഇരുട്ടത്ത് വന്ന ഒരാള്, ജീവിതത്തിൽ നിരാശപ്പെട്ട് വന്ന ഒരാള്, അസ്വസ്ഥമായിട്ട് വന്ന ഒരാള് പ്രകാശത്തിൽ സന്തോഷത്തിൽ തിരിച്ചു പോകുന്നു. ഇനിയും നിന്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ദൈവിക ഇടപെടൽ നിന്റെ കൺവെട്ടത്ത് നീ കാണും. പറഞ്ഞേ ആമേൻ, ആമേൻ. ഇത് വിശ്വസിച്ചോണം. അന്ത്രയോസ് സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. സ്നാപക യോഹന്നാൻ ഈശോയെ കണ്ടപ്പോൾ പറഞ്ഞു, ഇനി മുതൽ ഇവനെയാണ് നിങ്ങൾ അനുഗമിക്കേണ്ടത്. സ്വന്തം സഹോദരന്റെ ജീവിതത്തിൽ യേശുവിനെ കൊടുത്തു എന്നതിന്റെ അർത്ഥം ആ കുടുംബത്തിലേക്ക് യേശു ഒരു രക്ഷകനായി കടന്നു വന്നു. അപ്പസ്തോല പ്രവർത്തനം 16:31 അറിയാമല്ലോ, പറഞ്ഞേ. ഹല്ലേലൂയ. വലത് കൈയുള്ളവർ വലത് കരം ഉയർത്തിപ്പിടിച്ചേ, ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇടത് കൈയുള്ളവർ ഇടത് കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് വീശിയൊന്ന് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിവർന്നിരുന്നേ. നമുക്കൊരു വചനഭാഗം നമ്മൾ പലതവണ കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണ്. പക്ഷെ ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനഭാഗം. അത് പഴയ നിയമത്തിലെ സഭാപ്രസംഗകന്റെ പുസ്തകമാണ്. സഭാപ്രസംഗകന്റെ പുസ്തകം, അങ്ങനെ ഒരു പുസ്തകം ബൈബിളിലുണ്ട്. സഭാപ്രസംഗകന്റെ പുസ്തകം 3-ാം അധ്യായം. അതിനൊരു മനോഹരമായിട്ടുള്ളൊരു ഹെഡിങ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ. സഭാപ്രസംഗകന്റെ പുസ്തകം 3-ാം അധ്യായം. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഓരോന്നിനുമുണ്ട് സമയം. ഒന്ന് പറഞ്ഞേ, വാ തുറന്നു പറ, ചിലടൊച്ചത്തിൽ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, ഓരോന്നിനുമുണ്ട് സമയം. ആ പറച്ചില് ശരിയായില്ല, ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തേ. ഓരോന്നിനുമുണ്ട് സമയം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി എന്റെ കൂട്ടത്തിൽ ആ വചനം ഒന്ന് ഏറ്റു പറയണം കേട്ടോ. 1-ാം വചനം തൊട്ട് 3-ാം അധ്യായം 1-ാം വചനം തൊട്ട് ഞാൻ പറയുമ്പോൾ എന്റെ കൂടെ പറയണം, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. പറഞ്ഞേ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം, കൊല്ലാൻ ഒരു കാലം, സൗഖ്യമാക്കാൻ ഒരു കാലം, തകർക്കാൻ ഒരു കാലം, പണിതുയർത്താൻ ഒരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം, കല്ല് പെറുക്കി കളയാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം, സമ്പാദിക്കാൻ ഒരു കാലം, നഷ്ടപ്പെടുത്താൻ ഒരു കാലം, സൂക്ഷിച്ചു വെക്കാൻ ഒരു കാലം, എറിഞ്ഞു കളയാൻ ഒരു കാലം, കീറാൻ ഒരു കാലം, തുന്നാൻ ഒരു കാലം, മൗനം പാലിക്കാൻ ഒരു കാലം, സംസാരിക്കാൻ ഒരു കാലം, സ്നേഹിക്കാൻ ഒരു കാലം, ദ്വേഷിക്കാൻ ഒരു കാലം, യുദ്ധത്തിന് ഒരു കാലം, സമാധാനത്തിന് ഒരു കാലം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തേ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഹല്ലേലൂയാ. ഈ പറഞ്ഞ വചനഭാഗം നമ്മൾ പുതിയ നിയമത്തിലെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഒരു പക്ഷെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാറ്റിനും ഒരു കാലമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഏത് കാലം അല്ലേ? ഇത് മഴക്കാലം, പിന്നെ വേനൽക്കാലം. അപ്പോൾ എന്താണ് നമ്മുടെ അവസ്ഥ, എപ്പോഴാണ് എൻ്റെ അവസ്ഥ എന്നിങ്ങനെ പലരും ചിന്തിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു വചനഭാഗം വായിച്ച് നമ്മൾ ഈ പറഞ്ഞ സമയത്തെക്കുറിച്ച്, കാലത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാൻ പോവാണ്. ആരുടെ സുവിശേഷം? ഒച്ചത്തി പറ. യോഹന്നാന്റെ സുവിശേഷം. എത്ര സുവിശേഷങ്ങളുണ്ട്? 4. ഏതൊക്കെയാണ്? മത്തായി, മർക്കോസ്, ലൂക്ക,
യോഹന്നാൻ. ഈ 4 സുവിശേഷങ്ങളിൽ 3 സുവിശേഷങ്ങൾ ഒരുപോലെ അത് വ്യാഖ്യാനിക്കാനും വായിക്കാനും പറ്റും. പക്ഷേ ഈ യോഹന്നാന്റെ സുവിശേഷം അത്ര എളുപ്പമല്ല. യോഹന്നാന്റെ ഭാഷാരീതി, രചനാശൈലി വളരെ വ്യത്യസ്തമാണ്. യോഹന്നാൻ ബൈബിളിൽ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? നമ്മുടെ അറിവിൽ യോഹന്നാൻ ബൈബിളിൽ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? ഒന്ന് എണ്ണി നോക്കിക്കേ. യോഹന്നാൻ ബൈബിളിൽ എത്ര പുസ്തകങ്ങൾ എണ്ണിയിട്ടുണ്ട്? ഇത് ഈ ഒരു മര്യാദയ്ക്ക് പറ, കാരണം 4-5-6 എന്നൊക്കെ പറഞ്ഞു പോകാതെ. എത്ര എണ്ണമുണ്ട്? എത്ര പുസ്തകം ബൈബിളിൽ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്? ലേലം വിളി പോലെയാ ചിലര്. 4, 5, 6, 7 നമുക്കൊന്ന് ഉറപ്പിക്കണ്ടേ? ചേച്ചി ഉറപ്പിക്കുക ചേച്ചി. എത്ര പുസ്തകങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്? യോഹന്നാന്റെ ഒരു സുവിശേഷം. സംശയമുണ്ടോ? പറ. ഇല്ല. ഒരു വെളിപാട് പുസ്തകം. എത്ര പുസ്തകം? ഒരു വെളിപാട് പുസ്തകം. വെളിപാട് പറഞ്ഞേ. വെളിച്ചപ്പാടല്ല, വെളിപാട് ബുക്ക് ഓഫ് റെവലേഷൻ. അപ്പൊ ഇപ്പൊ 2 പുസ്തകമായില്ലേ? ഇനി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. എത്ര ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്? 3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ എത്രയായി? 3 2 എത്രയായി? 5 പുസ്തകങ്ങൾ യോഹന്നാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. 5 പുസ്തകങ്ങൾ. ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയണം എത്ര പുസ്തകം? 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ ഭാഷാ ശൈലി വളരെ കട്ടി പിടിച്ചതാണ്. സാധാരണഗതിയിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല. മത്തായിനെ, മർക്കോസിനെ, ലൂക്കാസിനെയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കഥ പോലെ ചില നരേഷനൊക്കെ വായിക്കാൻ സാധിക്കും. പക്ഷേ യോഹന്നാൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലിയുടെ വ്യത്യാസം കൊണ്ട് തന്നെ ഈ പുസ്തകം വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ ചില പ്രതീകങ്ങളൊക്കെ ഉപയോഗിക്കും, ചില ഭാഷാ ശൈലികളൊക്കെ ഉപയോഗിക്കും. ഉദാഹരണത്തിന്, നിക്കോദെമോസ് യേശുവിനെ കാണാൻ ഏത് സമയത്ത് വന്നു? രാത്രിയിൽ വന്നു. അപ്പൊ രാത്രി എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. രാത്രി എന്ന് പറയുന്ന അന്ധകാരം, ഇരുട്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഈ നിക്കോദെമോസ് യേശുവിനെ കാണാൻ രാത്രി വന്നു. പിന്നീട് എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്നറിയാവോ? പ്രകാശത്തിൽ, പകലാണ് തിരിച്ചു പോകുന്നത്. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഇരുട്ടത്ത് വന്ന ഒരാള്, ജീവിതത്തിൽ നിരാശപ്പെട്ട് വന്ന ഒരാള്, അസ്വസ്ഥമായിട്ട് വന്ന ഒരാള് പ്രകാശത്തിൽ, സന്തോഷത്തിൽ തിരിച്ചു പോകുന്നു. എന്നിങ്ങനെ അനേക പ്രതീകങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35 മുതലുള്ള തിരുവചന ഭാഗം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 35, 35 മുതലുള്ള വചനം ഞാൻ വായിക്കാം. ബൈബിൾ ഉള്ളവർ എൻ്റെ കൂട്ടത്തിൽ വായിക്കണം, ഇല്ലാത്തവരെ ശ്രദ്ധിക്കുക. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് അർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂർ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനഭാഗം പരിചയമുണ്ടല്ലോ, ഉണ്ടാവണമല്ലോ, പലതവണ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, വചനം ഇങ്ങനെയാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂർ ആയിരുന്നു. എത്ര മണിക്കൂർ? 10-ാം മണിക്കൂർ ആയിരുന്നുവെന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുമ്പോൾ, ഇത് വായിക്കുന്ന നമ്മുടെ മുമ്പിലേക്ക് സുവിശേഷകനായ യോഹന്നാൻ ചില ആത്മീയ ബോധ്യങ്ങൾ നൽകുകയാണ്. എപ്പോഴാണ് 10-ാം മണിക്കൂർ എന്ന് എഴുതിയിരിക്കുന്നതെന്നറിയോ? അവർ ചെന്ന് യേശുവിനോടുകൂടെ താമസിച്ചു. വചനം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂർ ആയിരുന്നു. യേശുവിൻ്റെ പക്കലേക്ക് വന്ന ആദ്യത്തെ 2 ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ചെന്ന് താമസിച്ചതിനെയാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂർ ആയിരുന്നു. നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഈ മണിക്കൂറിനെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പല സ്ഥലങ്ങളിലായിട്ട് പല രീതികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് 1-2 വചനം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് അല്പം കൂടെ മനസ്സിലാകും. യോഹന്നാന്റെ സുവിശേഷം
4-ാം അധ്യായം അതിന്റെ 6-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 4:6 തുറന്ന് വായിച്ചോ. യാക്കോബിന്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിന്റെ കരയിൽ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. കണ്ടോ, യോഹന്നാൻ ശ്ലീഹ ഇവിടെ പറഞ്ഞിരിക്കണം അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. മണിക്കൂറിനെ കുറിച്ചാണ്. വീണ്ടും 5-ാം അധ്യായം അതിന്റെ 52-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ. ചാപ്റ്റർ 5 വേഴ്സ് 52. 5-ാം അധ്യായം 52. നമുക്ക് വീണ്ടും 19-ാം അധ്യായം വായിക്കാം. 19-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 14-ാം തിരുവചനം. 19-14. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 14-ാം തിരുവചനം. ഒച്ചത്തി വായിച്ചേ. അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലായി ആവർത്തിച്ച് ഈ മണിക്കൂറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തും. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു, 6-ാം മണിക്കൂറായിരുന്നു എന്നിങ്ങനെ യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചിരിക്കുന്നത് വെറുതെയല്ല, കൃത്യമായ ഉദ്ദേശത്തോടുകൂടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗ്രീക്ക് ഭാഷയിൽ മണിക്കൂറിനെ 2 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്കൊന്ന് പറഞ്ഞേ, പഠിച്ചോ. 2 വാക്കുകൾ ഏത് ഭാഷയിലാണ്? ഗ്രീക്ക് ഭാഷയിൽ. ചിലരെന്നെ തുറിച്ചു നോക്കുന്നുണ്ട്. മലയാളം തന്നെ കഷ്ടപ്പെട്ടാണ് പറയുന്നത്, പിന്നെയാണ് ഗ്രീക്ക്. സാരയില്ല, വെറുതെ കേട്ടാ മതി. ഗ്രീക്ക് ഭാഷയിൽ 2 വാക്കുകൾ. ഒന്നാമത്തത് ക്രോണോസ് എന്ന് പറയും. എന്താണ് എന്ന് പറഞ്ഞേ? ക്രോണോസ്. പറഞ്ഞോ, പല്ല് തെറിച്ച് പോകത്തില്ല. പറഞ്ഞോ, ക്രോണോസ്. ക്രോണോസ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് ടൈം, ഘടികാര സമയം എന്നാണ് അർത്ഥം. ഇപ്പോൾ സമയം എത്രയായി നോക്കൂ. സമയം എത്രയായി? 12:15. ഇതാണ് ക്ലോക്ക് ടൈം. ക്രോണോസ് എന്ന് പറയും. ക്രോണോസ്. ഇനി മറ്റൊരു വാക്കുണ്ട്, കെയ്റോസ്. പറഞ്ഞേ, കെയ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഗോഡ്സ് അപ്പോയിന്റഡ് ടൈം. എന്തായത് ദൈവം ഒരു വ്യക്തിയിൽ ഇടപെടുന്ന സമയം. ദൈവം ഒരു വ്യക്തിയിൽ ഇടപെടുന്ന സമയം. അപ്പൊ 2 വാക്കുകൾ പഠിച്ചു. ഒന്ന് ക്രോണോസ്, മറ്റൊന്ന് കെയ്റോസ്. കെയ്റോസ്. പറഞ്ഞേ, കെയ്റോസ്. അങ്ങനെ പുസ്തകമുണ്ട്, കെയ്റോസ് ശുശ്രൂഷയുണ്ട്, കെയ്റോസ് വ്യത്യസ്തമായിട്ടുള്ള പല മേഖലകൾ നമുക്ക് പരിചയമുണ്ട്. കെയ്റോസ് എന്താണ് വാക്ക്? കെയ്റോസ്. അപ്പോൾ ക്രോണോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടികാര സമയം, കെയ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സമയം. അപ്പൊ ഇപ്പോൾ നമ്മൾ വായിച്ചത് ആദ്യ 2 ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ചെന്ന് താമസിച്ചു. യോഹന്നാൻ ശ്ലീഹ എഴുതി വച്ചിരിക്കുന്നു അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അത് ക്രോണോസ് അല്ല, അത് കെയ്റോസ് ആണ്. അതായത് ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ട ഒരു സമയമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം ഒരു മനുഷ്യനിൽ വ്യക്തിപരമായി ഇടപെടുന്ന സമയത്തെയാണ്, ഗോഡ്സ് അപ്പോയിന്റഡ് ടൈമിനെയാണ് കെയ്റോസ് എന്ന് പറയുന്നത്. ഇത് നമ്മളിവിടെ ഇരുന്ന് വായിക്കുമ്പോഴത്തേക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരി കെയ്റോസ് അനുഭവങ്ങൾ ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്ന്. നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങോട്ട് വന്നത് ക്രോണോസ് ഘടികാര സമയം നോക്കിയിട്ടാണ്. കാരണം പോട്ട ആശ്രമത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി കൃത്യസമയമൊക്കെ നോക്കി ബസ് പിടിച്ച് ഒക്കെ ഇവിടെ എത്തിയവരുണ്ട് അല്ലേ? പ്രിയദർശിനി ബസ്സിൽ വന്നവരുണ്ടോ? ഉണ്ട്. വെരി ഗുഡ്. എല്ലാ ദിവസവും വരണം കേട്ടോ, ഫ്രീ അല്ലേ? ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ അതെ, ശ്രദ്ധിച്ചേ. അതായത് രാവിലെ നമ്മൾ സമയം നോക്കി, ബസ്സിന്റെ സമയം നോക്കി നമ്മൾ ഇവിടെ എത്തി. ഇവിടെ വന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു, ആരാധനയിൽ പങ്കെടുക്കുന്നു, ഒത്തിരി കൃപകൾ സ്വീകരിക്കുന്നു. നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മൾ വെറും ക്രോണോസ് സമയത്തെ നോക്കിയിട്ടല്ല, മറിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ ദൈവം ഇടപെടുന്നതിനെയാണ് കെയ്റോസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിശ്ചയമായും നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ജീവിതത്തിൽ ഏതോ ഒരു സമയത്ത് കെയ്റോസ് അനുഭവം കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ.
ആമേൻ. ഒച്ചത്തി പറഞ്ഞേ, ആമേൻ. അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ. ആമേൻ. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, അത് ഓൺലൈനിലാണെങ്കിൽ ഓഫ്ലൈനിലാണെങ്കിൽ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എവിടെയോ ഏതോ സമയങ്ങളിൽ ദൈവം വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ചിലർ പറയും ഇല്ല, എൻ്റെ ജീവിതത്തിൽ ഒന്നും ഇടപെട്ടിട്ടില്ല. ഇല്ല, അങ്ങനെയല്ല. നീ നന്നായി ആലോചിച്ചാൽ മനസ്സിലാകും, നിന്റെ ജീവിതത്തിൽ ദൈവം ചില സമയങ്ങളിൽ പല രൂപത്തിലും ഭാവത്തിലും ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഇടപെട്ട അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. കെയ്റോസ് അനുഭവം നമ്മുടെ ഉള്ളിലുണ്ട്. ഇവിടെ ഇരിക്കുന്നത് ആ കെയ്റോസ് അനുഭവമായിട്ടാണ്. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്ത, നിനക്ക് കെയ്റോസ് അനുഭവം ഉണ്ടെന്ന്. അടുത്തിരിക്കുന്ന ആളോട് പറ, നിനക്ക് കെയ്റോസ് അനുഭവം ഉണ്ട്. കെയ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന്. നിശ്ചയമായും ഇടപെട്ടിട്ടുണ്ട്. ഒരു പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എന്നതാ ദൈവമേ, കുറെ നാളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരവൊന്നും കിട്ടുന്നില്ലല്ലോ, വല്ലാത്ത ഭാരമാണല്ലോ, സങ്കടമാണല്ലോ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഉണ്ടാവും. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മൾ ഇന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇതിനു മുമ്പ് നമ്മൾ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള കൃപകൾ കിട്ടിയവരാണ്. നമ്മൾ അത് കാണുന്നില്ല. നമ്മളത് കാണാതെ ഇന്നത്തെ ഈ പ്രതിസന്ധിയിൽ ഇരുന്നുകൊണ്ട് എണ്ണിപ്പെറുക്കി പരാതി പറഞ്ഞ് പിറുപിറുത്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇന്നത്തെ ദൈവ മക്കളുടെ ദൗത്യം എന്താണെന്നറിയാവോ? നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട സന്ദർഭങ്ങളെ ഓർക്കണം, ധ്യാനിക്കണം. ദൈവം ജീവിതത്തിൽ ഇടപെട്ട പല സന്ദർഭങ്ങൾ, പല മേഖലകൾ ജീവിതത്തിലുണ്ട്. ആ സന്ദർഭങ്ങളെ ഓർക്കണം. നന്ദിയോടുകൂടെ ദൈവസന്നിധിയിൽ അതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. പിറുപിറുക്കാതെ നന്ദി പറഞ്ഞ് പഠിക്കണം. അടുത്തിരിക്കുന്ന ആളോട് അതും കൂടെ പറഞ്ഞു കൊടുക്കും. പിറുപിറുക്കാതെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്ത് ചെയ്യരുതെന്ന്? പിറുപിറുക്കാതെ നന്ദി പറഞ്ഞ്. അതായത് ഇന്നിപ്പോ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്നതാ ഒന്നും ഇല്ലെന്ന് അല്ല. ജീവിതത്തിൽ ഇഷ്ടം പോലെ അനുഭവങ്ങളിൽ ദൈവം നമ്മളെ നടത്തിയിട്ടുണ്ട്. ഇഷ്ടം പോലെ അനുഭവങ്ങൾ ദൈവം നമ്മളെ നടത്തിയിട്ടുണ്ട്. എണ്ണിയാൽ തീരാത്ത വണ്ണം. നമ്മളത് നോക്കുന്നില്ലെന്നേ ഉള്ളൂ, നമ്മളത് കാണണം. ദൈവം ജീവിതത്തിൽ പല രൂപത്തിലും ഭാവത്തിലും നമ്മളെ നടത്തിയിട്ടുണ്ട്. ശ്രദ്ധിപ്പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അല്ലേ, നമ്മൾ അതിന്റെ 4-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 4. 2-ാം അധ്യായം 4-ാം തിരുവചനം വായിച്ചേ. യേശു അവളോട് പറഞ്ഞു, യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. എന്റെ സമയം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത സമയം, ടൈം, സമയത്തെ കുറിച്ചാണ്. വീണ്ടും അതിന്റെ 7-ാം അധ്യായം 30-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ. ചാപ്റ്റർ 7 വേഴ്സ് 30. 7-ാം അധ്യായം അതിന്റെ 30-ാം തിരുവചനം വായിച്ചാലോ. അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ സമയം ഇനിയും വന്നില്ല. സമയം. വീണ്ടും 8-ാം അധ്യായം 20-ാം തിരുവചനം വായിച്ചേ. 8-ാം അധ്യായം 20-ാം തിരുവചനം. അത് തന്നെ, ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. 12-ാം അധ്യായം 23-ാം തിരുവചനം വായിച്ചേ. 12-ാം അധ്യായം ചാപ്റ്റർ 12 വേഴ്സ് 23. 12-ാം അധ്യായം അതിന്റെ 23-ാം തിരുവചനം. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. 13-ാം അധ്യായം 1-ാം വചനം വായിച്ചാലോ. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. 17-ാം അധ്യായം 1-ാം വചനം വായിച്ചേ. 17:1. ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരുടെ സുവിശേഷാണ്? യോഹന്നാന്റെ സുവിശേഷം. മറ്റ് സുവിശേഷങ്ങൾ കാണാത്തൊരു പ്രത്യേകതയാണ് ഈ സമയം, ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു ആത്മീയ സത്യത്തെ യോഹന്നാൻ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട അനേക സമയങ്ങളുണ്ട്.
ഇന്നൊരു പക്ഷെ നീ മുമ്പോട്ട് നോക്കുമ്പോഴത്തേക്ക് മൊത്തം സ്റ്റക്കായിട്ട് ആകെ പരുവക്കേടിൽ ഇരിക്കുമായിരിക്കും. എന്നാൽ നീ ഓർക്കണം, നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട അനേക സമയങ്ങളുണ്ട്. വിശ്വസിക്കുന്ന ഒരു ഒച്ചത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം ഇത്രത്തോളം നാള് നിനക്ക് കെയ്റോസ്, ദൈവം ഇടപെട്ട അനുഭവങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഇനിയും അതേ അനുഭവങ്ങൾ നിന്നിൽ ആവർത്തിക്കും. ഇനിയും നിന്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ദൈവിക ഇടപെടൽ നിന്റെ കൺവെട്ടത്ത് നീ കാണും. പറഞ്ഞേ ആമേൻ, ആമേൻ. ഇത് വിശ്വസിച്ചോണം. ഇവിടെ ഇരിക്കുമ്പോൾ ചിലരുടെ ചിന്തയുണ്ട്, അച്ഛാ എൻ്റെ കാര്യം ഓക്കെ, പക്ഷെ എൻ്റെ മകൻ്റെ കാര്യം, എൻ്റെ മകളുടെ കാര്യം, എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യം, എൻ്റെ മക്കളുടെ കാര്യം, അയ്യോ അവർക്കൊന്നും ഈ പറഞ്ഞതൊന്നും കിട്ടുന്നില്ലല്ലോ. അല്ല, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ അവരുടെ ഉള്ളിലും ഇപ്രകാരമുള്ള ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ബലം. ഈ പ്രാർത്ഥനയുടെ ബലം എന്താ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന അത് ഈ 4 ചുവരുകൾക്കുള്ളിലല്ല നിൽക്കുന്നത്. സ്ഥലകാലങ്ങൾക്കതീതമായി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അമേരിക്കയിലാവാം, UK-യിലാവാം, ഓസ്ട്രേലിയയിലാവാം, കാനഡയിലാവാം, എത്ര കാതമകലെയാണെങ്കിലും ഇവിടെ ഇരുന്ന് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഓരോ ദേശത്തും അനുഗ്രഹമായി അവരുടെ ശിരസിന് മുകളിലേക്ക് എത്തും. സ്വരത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതാണ് പ്രാർത്ഥനയുടെ ബലം. ദൈവം വ്യക്തികളിൽ അത്ഭുതകരമായിട്ട് ഇടപെടും. ദൈവം വ്യക്തികളിൽ അത്ഭുതകരമായിട്ട് ഇടപെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓരോ വ്യക്തിയും ശ്രദ്ധിച്ചോണം. ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഏത് അനുഭവങ്ങളിലാണെങ്കിലും ശ്രദ്ധിച്ചോണം. ഈ കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ അമ്മ തന്റെ ജീവിത അനുഭവം പങ്കുവച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഒരു ദിവസം ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് എൻ്റെ ഉള്ളിൽ വളരെ ശക്തമായ ഒരു പ്രചോദനം. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ബിസിനസ് ഒക്കെ നടത്തുന്നവനാണ്, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രചോദനം. ഈ പാവപ്പെട്ട കന്യാസ്ത്രീ എന്ത് ചെയ്തെന്നറിയോ? കൊന്ത ജപമാല എടുത്തുകൊണ്ട് നേരെ ദേവാലയത്തിൽ പോയി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പൊ ഈ പറഞ്ഞ ചെറുപ്പക്കാരനെ കുറിച്ച് ഈ കന്യാസ്ത്രീ അമ്മയ്ക്ക് ഒത്തിരി വലിയ വിവരമൊന്നുമില്ല. ബന്ധുവാണെന്നറിയാം, കല്യാണം കഴിച്ച് 2 കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവന് ബിസിനസ് ഉണ്ടെന്നറിയാം. പക്ഷെ ഉള്ളിൽ ഇങ്ങനെ പ്രചോദനം കിട്ടി. ആ മകന്റെ മുഖം മനസ്സിലോട്ട് വരുന്നു, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ കിട്ടിയ പ്രചോദനം അനുസരിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഇവൻ ഭാര്യയോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വഴക്കുണ്ടാക്കിയതിനു ശേഷം ഇവനൊരു കാര്യം തീരുമാനിച്ചു, ജീവിതം അവസാനിപ്പിക്കാം. ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അവൻ കുറെ ഗുളികകൾ എവിടുന്നോ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. ആ ഗുളികകളെല്ലാം കൂടെ കഴിച്ചു. ഇവൻ ഈ ഗുളികകൾ കഴിക്കുന്നതിന് മുമ്പ് ഇവന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ദേ ഞാൻ മരിക്കാൻ പോവാണ്. ഭാര്യ അവിടെ ഇല്ല, ഭാര്യ വീട്ടിൽ പോയിരിക്കുക. ഞാൻ മരിക്കാൻ പോവാണ്. ഭാര്യ ചിരിച്ചോണ്ട് പറഞ്ഞു, ഇയാളെ ചത്താൽ എന്ത്, ചത്തില്ലെങ്കിൽ എന്ത്, എന്തെങ്കിലും കാട്ടിക്കൂട്ട്. ഇവൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. അവള് ചിന്തിച്ചത് തമാശയായിരിക്കും. നീയാള് ചത്താൽ എന്ത്, ചത്തില്ലെന്തിലെന്ത്, എന്തെങ്കിലും കാട്ടിക്കൂട്ട്. ഇവന്റെ ഉള്ളിലേക്ക് നിരാശ കയറി. നിരാശ, അസ്വസ്ഥത. ഭാര്യ മക്കളെയും കൂട്ടി അവളുടെ വീട്ടിൽ പോയിരിക്കുന്നു, ആരുമില്ല. ഇവൻ ഈ ഗുളികകളെല്ലാം കൂടി എടുത്തങ്ങോട്ട് കഴിച്ചു. വാതിലും പൂട്ടി. ഇവന്റെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ്. ഈ സമയത്ത് അങ്ങ് ദൂരെ ഒരു കോൺവെന്റിൽ ഇരുന്ന് ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ ഈ മകന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഇവൻ ഗുളികകളെല്ലാം കൂടി എടുത്തു കഴിച്ചു. ഇവന്റെ ജീവിതത്തിൽ അവസാനം എന്ന് തന്നെ കരുതി അവൻ അങ്ങനെ ജീവിതത്തോട്, മരണത്തോട് മല്ലിട്ട് കട്ടിലെ കിടക്കുമ്പോൾ ഇവന്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതും കേട്ടതുമായ ഒരു കൂട്ടുകാരൻ ഇവന്റെ വീടിന്റെ സൈഡിൽ കൂടെ വരികയാണ്. വണ്ടി വാഹനത്തിൽ യാത്ര ചെയ്ത് വരുന്നു. ഇവന് വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഈ ചെറുപ്പക്കാരന്റെ ഉള്ളിൽ ഒരു എന്തോന്നറിഞ്ഞുകൂടാ, ഒന്ന് അവന്റെ വീട്ടിലോട്ട് ഇറങ്ങാം. വീട്ടിലോട്ട് കടന്നു ചെല്ലുന്നു. അകത്തൊന്ന് പൂട്ടിയിട്ടിരിക്കുന്നു. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പൊ ഇവന്റെ ഉള്ളിൽ ഒരു പ്രചോദനം, അകത്തെന്തോ അസ്വസ്ഥതയുണ്ട്. ഈ ചെറുപ്പക്കാരൻ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കയറുമ്പോൾ നുരയും പതയുമായിട്ട് മരണത്തോട് മല്ലിടിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ കിടക്കുകയാണ്. കടന്നു ചെന്നവൻ ഇവനെയും വാരിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. കൊണ്ടുപോയ ആ ലോക്കൽ പ്രദേശത്തെ ഹോസ്പിറ്റലിൽ അവർക്ക് പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ദേ തീരാറായ കേസാണ്. പിന്നെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടു.
ഒത്തിരിയേറെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ രക്ഷപ്പെട്ടു. ഞാനിതിപ്പോൾ ഇവിടെ നിങ്ങളോട് പറയാൻ ഒരു കാരണമുണ്ട്. ആ പാവപ്പെട്ട കന്യാസ്ത്രീ പറഞ്ഞു, അച്ഛാ എന്താണെന്നറിഞ്ഞുകൂടാ, ആ സമയത്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രചോദനം, ഒരു ഇൻസ്പിറേഷൻ. ഈ പാവപ്പെട്ട കന്യാസ്ത്രീ പിന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എവിടെയോ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഫലം സംഭവിക്കുന്നത് എത്രയോ ശക്തമായി പല പല ദേശങ്ങളിൽ പല പല രൂപത്തിലും ഭാവത്തിലും. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്കും ഇതുപോലെ പ്രാർത്ഥിക്കാൻ ചില പ്രചോദനങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തിനെന്നറിയോ? അനേകരുടെ ഉള്ളിൽ ഒരു കെയ്റോസ് അനുഭവം കിട്ടുന്നതിന് വേണ്ടി, അനേകരുടെ ജീവിതത്തിൽ ദൈവം അതിശക്തമായി ഇടപെടുന്നതിന് വേണ്ടി നിന്നിലൂടെ ദൈവം അത് സംഭവിപ്പിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ ഗ്രന്ഥം നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തിക്ക് കെയ്റോസ് അനുഭവം കിട്ടുന്നത് ആ കിട്ടിയ അനുഭവം പൊതിഞ്ഞു പിടിച്ച് എനിക്ക് ദൈവത്തെ കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് പൊതിഞ്ഞു പിടിച്ചിരിക്കാനല്ല, മറിച്ച് കിട്ടിയ അനുഭവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, അനേകർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാനുള്ള നിയോഗമാണ് കെയ്റോസ് അനുഭവം കിട്ടിയ വ്യക്തിയുടെ ദൗത്യം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് വിശ്വസിച്ചോണം. കെയ്റോസ് അനുഭവം കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നീ അത് വെറുതെ എനിക്ക് പ്രാർത്ഥിക്കാൻ കൃപ കിട്ടി എന്നാ പിന്നെ ഞാൻ മാത്രം ആത്മീയമായിട്ട് വളരാം, അങ്ങനെയല്ല. നമ്മിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ, ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ, രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. കണ്ണുകളടച്ച ഓരോ വ്യക്തിയും വിശ്വസിക്കുക, നിന്റെ ജീവിതത്തിൽ ദൈവം പല മേഖലകളിൽ കെയ്റോസ് അനുഭവം തന്നിട്ടുണ്ട്. ദൈവം വ്യക്തിപരമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് നീ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ നടുവിൽ ഇന്നലകളിൽ ദൈവം നടത്തിയ വഴികളെ മനസ്സിലോർക്കുക. കർത്താവ് നിന്നെ നിർത്തിയതാണ്, നീ നിന്നതല്ല, ദൈവം നിന്നെ നിർത്തിയതാണ്. നീ നേടിയതല്ല, ദൈവം നിനക്ക് നേടിത്തന്നതാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. നമ്മുടെ തലയ്ക്കകത്ത് നമ്മൾ കൊണ്ടു നടക്കുന്ന ചിന്തകൾക്കപ്പുറം കർത്താവ് ചില കാര്യങ്ങൾ പ്രവർത്തിക്കും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കണ്ണുകളടച്ച്. ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, നിന്നതല്ല ഞാൻ, ദൈവം നിന്നെ നിർത്തിയതാണ്, ഞാൻ നേടിയതെല്ലാം കർത്താവെ അങ്ങെനിക്ക് തന്നതാണ്. വിശ്വസിച്ചോ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് പറഞ്ഞൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഓരോ ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. നിന്നതല്ല കർത്താവേ, ദൈവം നിന്നെ നിർത്തിയതാണ്. നേടിയതല്ല കർത്താവേ, ദൈവം എനിക്ക് തന്നത് മാത്രമേ ഉള്ളൂ. ആരാധന, 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 ആരാധന. നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാണ്. നേടിയതെല്ലാം കർത്താവേ അങ്ങെനിക്ക് തന്നതാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. നന്നായിട്ട് കൈയടിച്ചേ. യെസ്, വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാണ്. നേടിയതല്ല, ദൈവം എനിക്ക് തന്നതാണ്. വിശ്വസിച്ച് കൈയടിച്ചേ. യെസ്, നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാ. നേടിയതെല്ലാം, ആമേൻ, ദൈവമെല്ലാം തന്നതല്ലേ. പഠിക്കേ. നിന്നതല്ല നാം, ദൈവമെല്ലാം നേടിയതെല്ലാം, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ മഴകളിൽ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ആമേൻ. നടത്തിയ ദിനങ്ങളിൽ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ആമേൻ. ഇനിയും നടത്തണേ തിരുഹിതം. ആമേൻ, ആമേൻ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ വിളിച്ചു പ്രാർത്ഥിച്ചേ. വലിയൊരു അഭിഷേകം. ആരാധന, 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 ആരാധന.
ആരാധന 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 ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവേ അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. മനുഷ്യർ നോക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള ഘടികാര സമയത്തെയാണ്, ക്ലോക്ക് ടൈമിനെയാണ്. എന്നാൽ ദൈവം നോക്കുന്നത് തന്റെ പദ്ധതിയുടെ സമയത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും നോക്കുന്നത് നമ്മുടെ വാച്ചിലെ സമയത്തെയാണ്. എന്നാൽ അടിസ്ഥാനപരമായി ദൈവം നോക്കുന്നത് തന്റെ പദ്ധതിയുടെ സമയമാണ്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. സ്വസ്ഥമായിട്ടിരുന്നേ. പ്രിയപ്പെട്ട ദൈവജനമേ, കെയ്റോസ് അനുഭവം സ്വീകരിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയോ? ആ കിട്ടിയ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ അതിശക്തമായി ആ വ്യക്തി തീരുമാനമെടുക്കണം. ആ തീരുമാനം പ്രാവർത്തികമാക്കണം. നിങ്ങളുടെ മുമ്പിൽ ഇത് മനസ്സിലാക്കാൻ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 39 മുതലുള്ള വചനം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ശ്രദ്ധിച്ചോളൂ. അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്. കേപ്പ അഥവാ പാറ എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് ആര് മുഖാന്തിരമാണ് യേശുവിന്റെ പക്കലെത്തിയത്? പറഞ്ഞേ, ഇപ്പൊ വായിച്ചല്ലോ. അന്ത്രയോസ് സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. സ്നാപക യോഹന്നാൻ ഈശോയെ കണ്ടപ്പോൾ പറഞ്ഞു, ഇനി മുതൽ ഇവനെയാണ് നിങ്ങൾ അനുഗമിക്കേണ്ടത്. യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിൽ കെയ്റോസ് അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എടുത്ത ശക്തമായ നിലപാടെന്താ? സ്വന്തം സഹോദരനെ, അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്, ആദ്യം തന്നെ ശിമയോന്റെ അടുക്കൽ, സ്വന്തം സഹോദരന്റെ അടുക്കൽ ചെന്നിട്ടാണ് ഈ അന്ത്രയോസ് പറയുന്നത്, ഞങ്ങൾ യേശുവിനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരുടെ അടുക്കൽ ചെന്നിട്ട്? സ്വന്തം സഹോദരന്റെ അടുക്കൽ ചെന്നിട്ടാണ് ഈ അന്ത്രയോസ് പറയുന്നത്, ഞാൻ യേശുവിനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. കെയ്റോസ് അനുഭവം ലഭിക്കുന്ന ഒരു വ്യക്തി എടുക്കുന്ന ഒരു തീരുമാനം, തൻ്റെ ഈ വലിയ യേശു അനുഭവം സ്വന്തം കുടുംബത്തിൽ, സ്വന്തം സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, ആ ദേശത്തിന് കൊടുക്കാനുള്ള വലിയ ഒരു തീരുമാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നിനക്ക് എന്തിനാണ് ഒരു ക്രിസ്തു അനുഭവം ലഭിക്കുന്നത്? കെയ്റോസ് അനുഭവം കിട്ടുന്ന എന്തിനാ? നിന്നിലൂടെ അനേകർ യേശുവിനെ അറിയണം. അന്ത്രയോസ് പത്രോസിനെ, ശിമയോനെ യേശുവിൻ്റെ അടുക്കെ കൊണ്ടുവന്നു. അന്ത്രയോസ് ഒരാളെ കൊണ്ടുവന്നുള്ളൂ. അന്ത്രയോസ് എത്ര പേരെ കൊണ്ടുവന്നു? ഒറ്റൊരു മനുഷ്യനെ കൊണ്ടുവന്നില്ല. അന്ത്രയോസ് ഇതാ ശിമയോനെ, സ്വന്തം സഹോദരനെ കൊണ്ടുവന്നുള്ളൂ. എന്നാൽ നിങ്ങൾക്കറിയോ, ഈ പത്രോസാണ് പിന്നീട് ഒറ്റ പ്രസംഗത്തിലൂടെ 3000-ലധികം പേരെ, പന്തക്കുസ്ത ദിനത്തിൽ 3000-ലധികം പേരെ യേശുവിൻ്റെ ശിഷ്യരായി മാറ്റിയത്. ഈ പത്രോസാണ് കത്തോലിക്ക സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായി മാറുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്രയോസ് എടുത്ത ഒരു കുഞ്ഞു തീരുമാനം എത്രയോ വലിയ അനുഗ്രഹമായി മാറി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം, നീ എടുക്കുന്ന ഒരു തീരുമാനം, നിന്റെ ഉള്ളിൽ നിനക്ക് കിട്ടിയ ദൈവകൃപ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നീ എടുക്കുന്ന തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നിന്നിലൂടെ അനേകർ യേശുവിനെ തിരിച്ചറിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങളിൽ പലരും അറിഞ്ഞു, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എന്നും രാവിലെ ധ്യാന ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരു ബ്രദറിന്റെ പ്രഭാത പ്രാർത്ഥനയോടുകൂടിയാ. ആരാ? ബ്രദർ ജെയ്മി.
ഈ പോട്ടാശ്രമത്തിൽ ഈ അൾത്താരിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വചനം പറയുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നുകൊണ്ട് മധ്യസ്ഥം വഹിക്കാൻ വലിയ ഒരു ശുശ്രൂഷകനെ ദൈവം ഒരുക്കിയിരിക്കുകയാണ്. ഇന്നലെ ബ്രദർ ജെയ്മി മേനാച്ചേരി അദ്ദേഹം മരിച്ചു. നാളെ അദ്ദേഹത്തിന്റെ ശവസംസ്കാരമാണ്. 40 വർഷത്തോളമായി, ഒന്നും രണ്ടുമല്ല, 40 വർഷത്തോളം പോട്ടാശ്രമത്തിലെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പലച്ചനോടും ജോർജ് പനക്കലച്ചനോടും ചേർന്നുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ശുശ്രൂഷകൾ സഹായിച്ചു നിന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ. ഈ പോട്ടാശ്രമത്തിലെ ശുശ്രൂഷകളിൽ പാട്ടുപാടാനുണ്ട്, വചനം പറയാനുണ്ട്, വചനോത്സവം എന്ന് പറയുന്ന മാസിക അടുക്കി വെക്കാനുണ്ട്, ഭക്ഷണം വിതരണം ചെയ്യാൻ, ഉച്ചസമയത്ത് ബ്രെഡും കരിങ്ങാലി വെള്ളവും കൊടുക്കാനുണ്ട്. അങ്ങനെ ശുശ്രൂഷ മുന്നോട്ട് നീങ്ങി പിന്നീട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് മുരിങ്ങൂരിലേക്ക് താമസിച്ചുള്ള ധ്യാനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ശുശ്രൂഷയിൽ അന്ന് മുതൽ 40 വർഷത്തോളം മുടങ്ങാതെ എന്നും രാവിലെ ഡിവൈൻ ധ്യാന മന്ദിരത്തിലെ ശുശ്രൂഷ ആരംഭം കുറിക്കുന്നതും അവസാനം കുറിക്കുന്നതും ഈ ബ്രദർ ജെയ്മിയിലൂടെയാണ്. ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ധ്യാനം കൂടിയിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കെ. ഒട്ടുമുക്കാലും പേര് ധ്യാനം കൂടിയിട്ടുള്ളവരാണ്. ഞാൻ ഈ പറയുന്നത് അനുഭവിച്ചിട്ടുള്ളവരാണ്. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർക്കും അറിയാം. ബ്രദർ ജെയ്മി രാവിലെ പ്രഭാതത്തിലുള്ള പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് രാത്രി എല്ലാവരെയും കിടക്കാൻ വിട്ടിട്ട് അദ്ദേഹം സ്വസ്ഥമാവുന്നത്. കഴിഞ്ഞ 40 വർഷത്തോളമുള്ള ശുശ്രൂഷ ജീവിതം, കുഞ്ഞു കുഞ്ഞു ശുശ്രൂഷകളോടെ ആരംഭിച്ച് അൾത്താരയോട് ചേർന്ന് നിൽക്കും. അൾത്താരയോട് ചേർന്ന് നമുക്ക് വിശ്വസിക്കാം, അൾത്താരയോട് ചേർന്ന് നിൽക്കാനായിട്ട് എടുത്തൊരു തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ പല പല അനുഭവങ്ങളുടെ നടുവിലും ശാരീരികമായ പീഡകളുടെ നടുവിലും ശുശ്രൂഷ വിട്ടിട്ടില്ല എന്നും നിങ്ങൾ ശ്രദ്ധിച്ചോണം. പല പല ഞെരുക്കങ്ങളും ഭാരങ്ങളും ശുശ്രൂഷ വിട്ടിട്ടില്ല. ശുശ്രൂഷ അൾത്താരയില്ലാതെ, അൾത്താരയോട് ചേർന്ന് ശുശ്രൂഷ ഇല്ലാതെ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ശുശ്രൂഷ ഇല്ലാത്തൊരു ശനിയാഴ്ച ദിവസം ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ചാലക്കടി സെന്റ് മേരീസ് പള്ളിയിൽ അൾത്താരയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻ ധ്യാന മന്ദിരത്തിലെ ശുശ്രൂഷ ഇല്ലാത്ത ദിനങ്ങളിൽ പോട്ടാശ്രമത്തില് വർഷങ്ങളോളമല്ലേ നമ്മുടെ ഈ പോട്ടാശ്രമത്തിലെ കുട്ടികളെ കാറ്റഗിസം പഠിപ്പിക്കുന്നതിന് അതിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട്, അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുന്ന സമയത്തിന്റെ എല്ലാം 100% ദൈവകാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ എടുക്കുന്ന തീരുമാനം. ഇതിവിടെ ഇരുന്നു കൊണ്ട് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത്, ഇതുപോലെ ഈശോയെ കൊടുക്കാൻ എനിക്കും നിനക്കും ഒരു കടമയുണ്ട്. കെയ്റോസ് അനുഭവം കിട്ടിയ വ്യക്തിയുടെ നിലപാടെന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി ഈശോയെ കൊടുക്കാനുള്ള തീരുമാനം. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകട്ടെ എന്ന് കരുതിയിരിക്കാനല്ല, നിനക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിൽ ഈശോയെ കൊടുക്കാനുള്ള തീരുമാനം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ധ്യാന ദിവസങ്ങളിലൊക്കെ വലിയൊരു അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ വരും, അച്ഛാ എനിക്കും വചനം പറയണം. ഞാൻ പറയും, നല്ല കാര്യം ചേട്ടാ, വചനം പഠിച്ചു തുടങ്ങിക്കോ. അല്ലച്ചാ, എന്നാ ഞാൻ പ്രസംഗിക്കേണ്ടത്? പ്രസംഗിക്കാൻ അൾത്താരെ കയറുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം, കിട്ടിയ ഈ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ നിന്റെ വീട്ടിൽ നിന്റെ പ്രിയപ്പെട്ടവർക്ക്, നിന്റെ അയൽവാസികളോടൊന്ന് പങ്കുവെച്ചുകൂടെ? എന്നിട്ട് നമുക്ക് 10,000ങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാം. അതിനു മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം, അന്ത്രയോസ് സ്വന്തം സഹോദരന്റെ അടുക്കൽ ചെന്നു. അങ്ങനെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷകൻ വെറുതെ എഴുതി വെച്ചതല്ല. നമ്മൾ സുവിശേഷ ശുശ്രൂഷ ആരംഭിക്കേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണ്. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇച്ചിരി വിഷമം ഉണ്ടാവും എനിക്കറിയാം, എങ്കിലും പറഞ്ഞു കൊടുത്തേ. സുവിശേഷ ശുശ്രൂഷ ആരംഭിക്കേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണ്. പറഞ്ഞുകൊടു. നാട്ടിൽ നടന്ന് പറയുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിൽ ശുശ്രൂഷ ആരംഭിക്കണം. സ്വന്തം വീട്ടില് അന്ത്രയോസ് ആദ്യ ശുശ്രൂഷ ആരംഭിച്ചത് സ്വന്തം സഹോദരന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഈശോയെ കണ്ടു. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഈശോയെ കണ്ടു എന്ന് പറഞ്ഞ അന്ത്രയോസ് അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇത് കേട്ട ശിമയോന്റെ ഉള്ളിൽ കടന്നു വരുന്ന മാറ്റം, അത്ഭുതകരമായ മാറ്റം. ഈ ശിമയോനാണ് ചരിത്രം തന്നെ കീഴ്മേൽ മറിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഈ കത്തോലിക്ക സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്ത് സ്വന്തം സഹോദരൻ അന്ത്രയോസിന്റെ ഒരു കുഞ്ഞു വാക്കുണ്ട്, ഞാൻ ഈശോയെ കണ്ടു. ഇവിടെ ഇരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മൾക്ക് പലർക്കും ഇതുപോലെ പറയാനുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഈ പോട്ടാശ്രമത്തിലോട്ട് വന്നത്, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കും.
നിന്റെയൊക്കെ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, എൻ്റെ കൂട്ടത്തിൽ വാ, നമുക്കൊന്ന് പോട്ടാശ്രമത്തിൽ പോകാം. അങ്ങനെ ആരൊക്കെയോ നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. അങ്ങനെയെങ്കിൽ എന്താ നമ്മുടെ കടമ? നമ്മൾ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരാൻ കൈറോസ് അനുഭവം കിട്ടിയ വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി ഈശോയെ കൊടുക്കാനുള്ള ശക്തമായ ഒരു തീരുമാനം. വലതുകരമുയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതൊരു നിലപാടാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ഏറ്റെടുക്കേണ്ട വലിയൊരു നിലപാട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഈ അന്ത്രയോസ് പത്രോസിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്താ? സ്വന്തം സഹോദരന്റെ ജീവിതത്തിൽ യേശുവിനെ കൊടുത്തു എന്നതിന്റെ അർത്ഥം ആ കുടുംബത്തിലേക്ക് യേശു ഒരു രക്ഷകനായി കടന്നു വന്നു. അപ്പസ്തോല പ്രവർത്തനം 16:31 അറിയാമല്ലോ, പറഞ്ഞേ. അപ്പസ്തോല പ്രവർത്തനം 16:31 ഒച്ചത്തിൽ പറഞ്ഞേ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കണ്ടോ? അപ്പൊ ഇവിടെ വന്ന് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വെറുതെ അല്ലെന്ന്. എന്നിലൂടെ എൻ്റെ കുടുംബത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. പറഞ്ഞേ ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? അതോ നമ്മളിൽ പലരും ചിന്തിച്ചത് എൻ്റെ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ, അതുങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ. അങ്ങനെയല്ലെന്ന്. ഇവിടെ വന്നിരുന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചോണം, ഞാൻ എടുത്ത ഈ തീരുമാനത്തിലൂടെ ദൈവം എൻ്റെ കുടുംബത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അങ്ങനെ തന്നെയാ വചനം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പറഞ്ഞു കൊടു, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം തിരുവചനം. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 24:15. 15-ാം വചനത്തിന്റെ അവസാനം ഒരു കുഞ്ഞു വചനമുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങനെയാണ്: ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. എൻ്റെ കൂടെ നേറ്റ് പറഞ്ഞേ, ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഹല്ലേലൂയാ. ഇതൊരു തീരുമാനമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനം. കൈറോസ് അനുഭവം കിട്ടുന്ന ഓരോരുത്തരും ചിന്തിക്കണം, ഇതെനിക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കാനല്ല, എന്നിലൂടെ അനേകർ ഈ അനുഗ്രഹം പ്രാപിക്കണം. അന്ത്രയോസിലൂടെ ശിമയോൻ എന്ന പത്രോസ് കടന്നു വന്നതുപോലെ നിന്നിലൂടെ അനേകർ യേശുവിനെ അറിയണം. നിന്നിലൂടെ അനേകർ യേശുവിനെ അറിയണം. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് ഇതും കൂടെ പറഞ്ഞു കൊടുത്തേ, നിന്നിലൂടെ അനേകർ യേശുവിനെ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. കേട്ടോ, നിന്നിലൂടെ അനേകർ യേശുവിനെ അറിയണം. പ്രൈസ് ദി ലോർഡ്. അതിനെന്ത് ചെയ്യണം? നമ്മൾ വാ തുറന്ന് ഇത് പറയണം. കിട്ടുന്ന അനുഗ്രഹങ്ങൾ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കാനല്ലെന്ന്, മറിച്ച് കൈറോസ് അനുഭവത്തെ ദൈവജനത്തിന്റെ മുമ്പിൽ നമ്മൾ പ്രഖ്യാപിക്കണം. തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വീട്ടിലുള്ള കുടുംബാംഗങ്ങളോട് പറഞ്ഞു കൊടുക്കണം, അയൽവാസികളോട് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ ശുശ്രൂഷ മേഖലകൾ പറഞ്ഞു കൊടുക്കണം. ഇത് വലിയൊരു ദൈവിക ഇടപെടലായി മാറും. പ്രൈസ് ദി ലോർഡ്.